ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് 1 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സദ്യയിലെ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിലുള്ള സാമ്പാറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കായം ചേർത്ത് കൊടുക്കണം. മുഴുവനായിട്ടുള്ള കായാണ് എടുത്തിരിക്കുന്നത്. കായത്തിൻ്റെ പൊടി ചേർക്കുന്നതിനേക്കാളും സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെയുള്ള കായം ചേർക്കുമ്പോഴാണ്. അപ്പോൾ അതൊരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റീം പോയതിന് ശേഷം വേണം കുക്കർ തുറക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ടാവും. ഇവിടെ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വഴുതനങ്ങ, 2 വെണ്ടയ്ക്ക, ഒരു ചെറിയ കായ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള, 3 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു ഉരുളൻകിഴങ്ങ്, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. എല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയും വഴുതനങ്ങയും വേറെയാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഒന്ന് വഴറ്റിയെടുക്കാം. കോൽപ്പുളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ അത്രയും വലുപ്പത്തിലുള്ള കോൽപ്പുളിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങയും വെണ്ടയ്ക്കയും നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മൂത്ത് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവരുത്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയും പച്ചമുളകുമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാതും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. തക്കാളിയും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മസാലയിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ടില്ല. ഉപ്പ് കുറച്ച് വെന്ത് കഴിയുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഏകദേശം ഒരു 8 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേനും വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. വെജിറ്റബിൾസ് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ വെജിറ്റബിൾസ് കുക്കായി എന്ന് മനസ്സിലാവും. നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കായം ഉള്ളിയെല്ലാം ചേർത്തിട്ടാണ് പരിപ്പ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. നമുക്ക് വെജിറ്റബിൾസ് കുക്കായതിലേക്ക്
പുളി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് കുക്കായതിനു ശേഷം മാത്രമാണ് പുളിയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിൽ നന്നായിട്ട് പുളിയും ഉപ്പൊക്കെ പിടിച്ച് കിട്ടണം. അതിനായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് ലൂസിലാണ് സാമ്പാർ ഇരിക്കേണ്ടത്. എന്നാലാണ് പരിപ്പും എല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് ചൂടാറി കഴിയുമ്പോൾ തിക്കായിട്ട് വരും. അപ്പോൾ ഇത്തിരി ലൂസിലാണ് നമ്മൾ ചൂടോട് കൂടിയിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഉപ്പും പുളിയെല്ലാം വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കി എടുക്കുക. കുറച്ച് ലൂസായിട്ട് ഇരിക്കണം, എന്നാലാണ് അല്ലെങ്കിൽ തിക്കായിട്ട് വരും. ഇത് ചൂടാറുമ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കുക. ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും. അപ്പം അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ചാൽ മതി. ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. 1-2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, കഷ്ണങ്ങളൊന്നും ഒട്ടും ഉടഞ്ഞു പോവാതെ ഇങ്ങനെയാണ് സാമ്പാറിൽ കിട്ടേണ്ടത്. കുഴഞ്ഞൊന്നും പോവരുത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊരു സെർവിങ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.